പാലോട് രവിയുടെ ഫോൺ സംഭാഷണം മാധ്യമങ്ങൾക്ക് എങ്ങനെ ചോർന്നു കിട്ടിയെന്ന് കണ്ടെത്താൻ നിയമ വഴി തേടി പാർട്ടി നടപടി നേരിട്ട എ ജലീൽ. ഫോൺ റെക്കോർഡ് ചോർന്നതിന് പിന്നാലെ വാമനപുരം ബ്ലോക്ക് മുൻ ജനറൽ സെക്രട്ടറി ആയിരുന്ന ജലീലിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയിരുന്നു. അച്ചടക്ക സമിതി റിപ്പോർട്ടിലും ജലീലിനെതിരെ നടപടി തുടരണമെന്ന ശുപാർശയാണ് ഉള്ളത്. DCC അധ്യക്ഷനായിരുന്ന പാലോട് രവിയുമായി താൻ സംസാരിച്ചത് ഒരാൾക്ക് മാത്രമാണ് അയച്ചു കൊടുത്തത്. അത് അയാൾ കേട്ട ശേഷം താൻ തന്നെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ പിന്നെ ഫോൺ റെക്കോർഡ് എങ്ങനെ പ്രചരിച്ചു എന്നറിയണം. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ സംഭവിച്ച കാര്യമാണ് ജൂലൈ മാസത്തിൽ മാധ്യമങ്ങൾക്ക് കിട്ടിയത്. ആരാണ് ശബ്ദരേഖ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയത്? ഇത് അന്വേഷിക്കണമെന്നാണ് ജലീലിന്റെ ആവശ്യം. ഇക്കാര്യത്തിൽ നേരിട്ട് പോലീസിനെ സമീപിച്ചാൽ അന്വേഷണം നടക്കില്ല എന്ന് കണ്ടെത്തിയാണ് നിയമ വഴി തേടുന്നതെന്ന് ജലീൽ പറയുന്നു. കോടതി മുഖേന അന്വേഷണത്തിന് അനുമതി വാങ്ങാനാണ് നീക്കം. ഞാൻ ഇന്ന് കോടതി പോകാനിരുന്നതാണ്. അപ്പൊ വക്കീലിനെ വിളിച്ചപ്പോ ശനിയാഴ്ച ചെല്ലാൻ പറഞ്ഞു. ശനിയാഴ്ച ചെന്നിട്ട് ഒരാളിനെ മാത്രമേ ഞാൻ വോയിസ് കൊടുത്തിട്ടുള്ളത് 100% ഉറപ്പാണ്. ഞാൻ വേറൊരാളിനെ കൊടുത്തിട്ടില്ല. അപ്പൊ ആ എങ്ങോട്ട് കൈമാറി, അത് എങ്ങനെ ഏത് കൈകളിൽ വീണ്ടും പോയി എങ്ങനെ ചാനലിലെത്തി എന്നത് കണ്ടുപിടിക്കുന്നത് വരെ ഞാൻ ഇങ്ങനെ ഇത് മാത്രമേ എനിക്കിനി പറയാനുള്ളൂ. എനിക്ക് സത്യം തെളിയിക്കണം, അത്ര മാത്രമേ ഉള്ളൂ. തനിക്ക് പറയാനുള്ളത് അച്ചടക്ക സമിതിക്ക് മുന്നാകെ എഴുതി നൽകുകയായിരുന്നു. പാലോട് രവിയെ നേരിൽ കണ്ട് മാപ്പ് പറഞ്ഞതടക്കമുള്ള കാര്യങ്ങൾ എഴുതി നൽകിയിട്ടുണ്ടെന്നും ജലീൽ പറഞ്ഞു. എന്നാൽ അച്ചടക്ക സമിതി നേരിട്ട് ഒന്നും കേട്ടിട്ടില്ല. പക്ഷേ പാർട്ടി നടപടി തുടരാൻ ഉദ്ദേശിക്കുന്ന സ്ഥിതിക്ക് താൻ മാത്രമല്ല കുറ്റക്കാരൻ എന്നാണ് ജലീലിന്റെ പക്ഷം. PR പ്രവീണ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.